നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് തമിഴ്നാട്. സംസ്ഥാനത്തെ SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചതായി ദ്രാവിഡ മുന്നേറ്റ കഴകം നേതൃത്വം തിങ്കളാഴ്ച അറിയിച്ചു. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപ്പാക്കാനുള്ള നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകുന്നതിനിടെയാണ് തമിഴ്നാടിന്റെ നീക്കം. വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം യോഗം പാസാക്കിയിരുന്നു. 2026 തെരഞ്ഞെടുപ്പിന് ശേഷം SIR നടത്തണമെന്നാണ് തമിഴ്നാട് വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുകയാണെന്നും തമിഴ്നാട് ആരോപിക്കുന്നു. ബീഹാറിലെ SIRമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ ഒക്ടോബർ 27 വിജ്ഞാപന പ്രകാരം തമിഴ്നാട് SIRമായി മുന്നോട്ടു പോകാനുള്ള ECIയുടെ തീരുമാനം അടിമുടി ജനാധിപത്യ വിരുദ്ധവും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വോട്ടവകാശത്തിന് മേലുള്ള ആക്രമണവുമാണെന്ന് പ്രമേയത്തിൽ പറയുന്നു. SIR അസ്വീകാര്യമാണെന്നും പറഞ്ഞ് സർവകക്ഷി യോഗം ഇപ്പോൾ നടക്കുന്ന SIR നടപടിക്രമം ഉടൻ പിൻവലിക്കണമെന്നും ECIയോട് ആവശ്യപ്പെട്ടിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആശങ്കകൾ അംഗീകരിക്കാൻ ECI വിസമ്മതിച്ചതിനാൽ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് സുപ്രീം കോടതിയെ സമീപിക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്നും വ്യക്തമാക്കുന്നതായിരുന്നു പ്രമേയം. ECI വിജ്ഞാപനത്തിലെ പോരായ്മകൾ പരിഹരിക്കണം. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമായി പാലിക്കണം. പ്രക്രിയയ്ക്ക് മതിയായ സമയം അനുവദിക്കണം. 2026 തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം പൂർണ്ണമായി നിഷ്പക്ഷവും സ്വതന്ത്രവുമായ രീതിയിൽ SIR നടത്തണമെന്നായിരുന്നു പ്രമേയത്തിലെ ആവശ്യം.